സാറുമാരെ ദൈവത്തിന് നിങ്ങളോടൊപ്പം ഞാനും ചേർന്ന് നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും കാണാനും ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കാനും ഇത് നമുക്ക് ഒരുമിച്ച് അനുഗ്രഹമായി തരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കട്ടെ. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിലായിരിക്കാം. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ അങ്ങനെ ചോദ്യത്തിനെല്ലാം ഉത്തരം അറിയുന്നതുകൊണ്ടല്ല, ആ ഒരർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പം നിങ്ങൾ കടന്നു പോകുന്ന അതേ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി എന്നെ എന്തെങ്കിലും വിധത്തിൽ ദൈവം ആശ്വസിപ്പിക്കുകയോ എൻ്റെ മനസ്സിന് പുതുക്കം തരികയോ, നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് പൂർണ്ണമായ ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് വേണ്ടി നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ദൈവം ഇടപെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പങ്കുവയ്ക്കാൻ ഒരു അവസരം കിട്ടുമല്ലോ എന്നുള്ളത് ഓർത്തിട്ട് പറയുന്നത് മാത്രമാണ്. കാരണം നമ്മുടെ മനസ്സിന് പുതുക്കം വരാതെ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ ആ ഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുകയില്ല. ഒരുപക്ഷെ കേൾക്കാൻ പറ്റും, അതിൻ്റെ ആന്തരിക സത്ത നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. ആന്തരിക സത്ത മനസ്സിലാകാതെ നമുക്കൊരിക്കലും ഡ്രൈവ് ഉണ്ടാകുകയില്ല. ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാപിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയമോ അതിനുവേണ്ടി ആയാനുള്ള ഒരു ആയമോ നമുക്ക് കിട്ടത്തില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇന്നലെ സഞ്ജീവ് മോനൻ ഇവിടെ വീട്ടിൽ ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ബ്രദർ വന്ന സമയത്ത് ഇങ്ങനെ ബ്രദർ പറഞ്ഞ് എനിക്കിങ്ങനെ വചനം പറയാനൊന്നും ഗിഫ്റ്റൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ വചനത്തിൻ്റെ ശുശ്രൂഷ 2 മിനിറ്റ് കൊണ്ട് അവസാനിച്ചു. സമയം വൈകിയായിരുന്നു. വേറെ വന്നപ്പോൾ രണ്ടാമത് അധികം ഒരു 2-3 അല്ലെങ്കിൽ 4 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ മീറ്റിംഗ് പിന്നെ ഒഫീഷ്യലി ക്ലോസ് കഴിഞ്ഞ് വർത്താനം പറഞ്ഞു കഴിഞ്ഞ് സമയത്ത് ഒരു അരമണിക്കൂറോളം പിന്നെയും സ്പെൻഡ് ചെയ്തു. അത് വളരെ ബ്ലെസ്സിങ് ആയിരുന്നു. അപ്പോൾ അതിൽ ബ്രദറിൻ്റെ ലൈഫ്, പ്രായോഗികമായ ലൈഫിൽ നിന്നുള്ള ചില കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിലൊരു കാര്യം ബ്രദർ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അപ്പം നമ്മൾ ഞായറാഴ്ച അല്ലെങ്കിൽ ഇടദിവസങ്ങളിലാണെങ്കിലും മീറ്റിംഗ് കൂടുമ്പോൾ സംസാരിക്കേണ്ട വചനം എന്താണ്? എന്നോട് ആരെങ്കിലും സംസാരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ചർച്ചിൽ വരുമ്പോൾ എല്ലാവരും പ്രബോധിപ്പിക്കാനായിട്ട് നമ്മളോട് ആഹ്വാനം ചെയ്യുമല്ലോ. അപ്പം നമുക്ക് എന്തെങ്കിലും സാക്ഷ്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ കൂടെ എങ്ങനെയാണ് അത് തപ്പിയെടുക്കുന്നത്? നമ്മൾ വായിച്ച് നമ്മുടെ ക്ലവർ മൈൻഡ് കണ്ടെത്തിയ ഒരു ബ്രൈറ്റ് ഐഡിയ ആണോ എടുക്കുന്നത്, അതോ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവം നിക്ഷേപിച്ചൊരു കാര്യത്തെ വീണ്ടും ഈ പശുക്കൾ അയവിറക്കുന്നത് പോലെ നമ്മൾ വീണ്ടും നമ്മുടെ ചിന്തയിലേക്കും കൊണ്ടുവന്ന് അത് ചിന്തയിൽ നിന്ന്, അതായത് തലച്ചോറിൽ നിന്ന് ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറക്കിയ ഒരു വചനമാണോ നമ്മൾ സംസാരിക്കുന്നതെന്ന് ചോദിക്കാനിടയായി. അപ്പം എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഞായറാഴ്ച ഒരു കാര്യം കേട്ടു, അല്ലെങ്കിൽ വ്യക്തിപരമായി നമ്മൾ വചനം വായിച്ചപ്പോൾ കേട്ടു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഡെയിലി ഡിവോഷൻ കേട്ടു, നമ്മുടെ ഹൃദയത്തോട് ആകർഷണം തോന്നിയ ആ ഭാഗം നമ്മൾ രണ്ടാമത് മനഃപൂർവ്വമായിട്ട് ചിന്തിക്കണം. പശുക്കൾ മനഃപൂർവ്വമായിട്ട് അത് അവരുടെ ആമാശയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അയവിറക്കുന്നത് പോലെ നമ്മൾ മനഃപൂർവ്വമായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ വായിൽ അത് ചതഞ്ഞരഞ്ഞ് അതിൻ്റെ എൻസൈം എല്ലായിട്ട് കൂടിച്ചേർന്ന് അത് പിന്നെ അത് മെഴുകിക്കഴിയുമ്പോൾ എളുപ്പം ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് തീരുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് അങ്ങനെയല്ല അവിടെ കിടക്കുന്നത്. അതുപോലെ നമ്മൾ കേൾക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് എൻ്റെ സമ്മതം മൂളൽ വഴിയായിട്ടും മറിയയിൽ യേശു ജനിച്ചതുപോലെ സമ്മതം മൂളാതെ ഒരിക്കലും അത് നടക്കത്തില്ല. അതുപോലെ ഗബ്രിയേൽ ദൂതൻ പോലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിലാവട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് സംശയങ്ങളുണ്ട്, പക്ഷെ എന്നാലും അതിന് ഒരു ആൻസർ കൊടുത്തു. ആ ആൻസർ ഒരുപക്ഷെ ബുദ്ധിക്ക് അപ്പോൾ വ്യക്തമായി കിട്ടിയെന്ന് പോലും ഇരിക്കണമെന്നില്ല. പക്ഷെ ഒന്നറിയാം, ആത്മാവിലൊരു തിട്ടം കിട്ടി. ഇത് പരിശുദ്ധാത്മാവിൻ്റെതായിരിക്കുന്ന ഒരു ഉത്തരമാണ് എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് അതിന് കീഴ്പ്പെട്ട് പിന്നെ അവിടെ ക്വസ്റ്റ്യൻ ഇല്ല, ഫുൾ സ്റ്റോപ്പ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൾ യേശു ഉരുവായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും യേശുക്രിസ്തു ഉരുവാകണമെങ്കിൽ നമ്മൾ ഈ വചനത്തെ വീണ്ടും അയവിറക്കേണ്ടത് ആവശ്യമാണ്. അയവിറക്കുന്ന ഒരു മൃഗമാണ് എപ്പോഴും ശുദ്ധിയുള്ള ഒരു മൃഗമായിട്ട് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. ശുദ്ധിയില്ലാത്തതും ശുദ്ധിയുള്ളതിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ച സമയത്ത് പറയുന്നുണ്ട്, കൊമ്പ് പിളർന്നതും അയവിറക്കുന്നതുമായിരിക്കുന്ന മൃഗങ്ങളെ നിങ്ങൾക്ക് തിന്നാം, അത് ശുദ്ധിയുള്ള മൃഗമാണ്. അപ്പം എങ്ങനെയാണ് ഈ അയവിറക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കൊമ്പ് വളരുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കൊമ്പല്ല, കുളമ്പ്. കുളമ്പ്
പിളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവവചനത്തിന്റെ മുമ്പാകെ ഞാൻ ആയിരിക്കുമ്പോൾ ഒരു റെവലേഷൻ കിട്ടുന്നു, വെളിപ്പാട് കിട്ടുന്നു. ആ വചനത്തിന്റെ ആന്തരിക അർത്ഥം ഇന്നതാണെന്ന് പരിശുദ്ധാത്മാ പ്രകാശിപ്പിക്കുന്നു. അപ്പം വെളിപ്പാടാണോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത്? വെളിപ്പാടാണെന്നുള്ളത് ഒരു ഐഡിയ കൊണ്ടല്ല. വെളിപ്പാടാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയാണ് വ്യത്യാസം വരേണ്ടതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് ആത്മാവിലൊരു ഒരു തിട്ടം കിട്ടും, ഒരു ഉറപ്പ് കിട്ടും. അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ ആരോടും പറയുകയൊന്നും ചെയ്യരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് പിന്നെ തുടർന്ന് പ്രവർത്തിക്കാനുള്ള ആ ഒരു ചാൻസ് നഷ്ടപ്പെടും. അത് നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടല്ലോ. എനിക്കിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വചനത്തിൽ നിന്ന് നല്ല വായിച്ച് ധ്യാനിച്ച് നല്ല ഒരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞ് അടുത്ത മീറ്റിംഗ് കാത്തിരിക്കുക. അപ്പോൾ ഈ ഞായറാഴ്ച എനിക്ക് എന്തായാലും പോകാം. എന്താ കാരണം? ഞായറാഴ്ച പോകാൻ എൻ്റെ പോക്കറ്റിൽ കുറച്ച് സാധനമുണ്ട്, തുരുപ്പുകളുണ്ട്. അപ്പോൾ അത് കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു അവസരം കിട്ടുന്ന സമയത്ത് സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് ആ വാക്യം പറയാം. അത് മറ്റുള്ളവരെയും ബ്ലസ് ചെയ്യും എന്നുള്ള ദൈവം എന്നോട് ഇടപെട്ടതായതുകൊണ്ട്. സംഗതി സത്യമാണ്, ദൈവം ഇടപെട്ടാന്നുള്ള ശരിയാണ്. ഒരുപക്ഷെ അന്ന് ഞായറാഴ്ച എഴുന്നേറ്റ് ഞാൻ പറയുമ്പോൾ അത് അനുഗ്രഹമായി തീരുന്നു എന്നുള്ളതും സത്യമാണ്. പക്ഷേ ആ പറഞ്ഞ ആ നിമിഷം തൊട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ആ വചനത്തിന് ഉണ്ടായിരുന്ന ആകർഷണ ശക്തി അങ്ങ് നഷ്ടപ്പെടും. അത് പിന്നെ ഒരു ഒരു ജസ്റ്റ് ഒരു ചവറ് പോലെ, അല്ലെങ്കിൽ നീര് കളഞ്ഞ കരിമ്പിൻ്റെ തണ്ട് പോലെ ഇരിക്കും. അതിനൊരു ഒന്നുമില്ല, ഒരു അട്രാക്ഷൻ ഇല്ല, എൻ്റെ ഉള്ളിൽ ഒരു അട്രാക്ഷൻ നടക്കുന്നില്ല. അതിന് കാരണം എന്നാന്ന് വെച്ചാൽ സമയത്തിന് മുമ്പേ ഞാനത് ഷെയർ ചെയ്തതുകൊണ്ടാണ്. ഒരു വചനം ദൈവം നമുക്ക് തരുന്നത് ആദ്യ ഫലം ഞാൻ അനുഭവിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് തിമോഥെയോസിനോട് പൗലോസ് എഴുതുമ്പോൾ പറയുന്നുണ്ട്, നീ അധ്വാനിക്കുന്ന കൃഷിക്കാരൻ അത്രേ ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. അപ്പം നമ്മൾ ചിലപ്പം വചനത്തിന്റെ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചാടി അങ്ങ് പറയുകയോ അല്ലെങ്കിൽ പറയാൻ കാത്തിരിക്കുകയോ അങ്ങനെ അടുത്ത പ്രാവശ്യം ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ആ വചനത്തിന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ നിന്നങ്ങ് ഇല്ലാതെയാവും. ആ വചനത്തിന്റെ മാധുരി, അതിന്റെ ആകർഷണം, അതെന്നിൽ ചെയ്തെടുക്കാൻ ആഗ്രഹിച്ച പ്രവൃത്തി അവിടെ സ്റ്റോപ്പായി. കാരണം അത് ദൈവം ഉദ്ദേശിച്ചില്ലായിരുന്നു അത് പറയാനായിട്ട്. പക്ഷെ മറ്റുള്ളവർക്ക് ബ്ലസ്സിങ് ആയെന്ന് ചോദിച്ചാൽ ആയിരിക്കും. അത് അതിന്റെ അടിസ്ഥാനത്തിലല്ല അത് കാണേണ്ടത്. നമ്മൾ പഴയ നിയമത്തിലായിരുന്നെങ്കിൽ അവരെ അടയാളങ്ങൾ കൊണ്ടും പ്രവചന ശബ്ദങ്ങൾ കൊണ്ടും, പ്രവചനം എന്ന് പറയുമ്പോൾ പുറമേ നിന്നുള്ള പ്രവചനത്തെ ഞാൻ ഉദ്ദേശിച്ചത്, ഒക്കെ ആയിരുന്നു അവരെ നടത്തിയിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെയല്ല. നമ്മളെ ഒരു അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സെന്താന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ നമ്മൾ നടത്തപ്പെടാനായിട്ട് നമ്മൾ തുടങ്ങണം. അങ്ങനെ നടത്തിയപ്പെടുമ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന് പറയാനുള്ളതല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആ വചനം അനുസരിക്കാനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു പക്ഷേ ഒരു 6 മാസമോ ഒക്കെ കഴിയുമ്പോൾ, നമുക്കറിയാമല്ലോ കോഴിക്കുഞ്ഞ് 21 ദിവസത്തിന് മുമ്പ് മുട്ട പൊട്ടിച്ചാൽ ആ കുഞ്ഞ് പകുതി ജീവനായിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ അതിന് ജീവിക്കാനും പറ്റത്തില്ല, അപ്പോൾ പുറത്തേക്ക് ചത്തുപോവുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ സമയമുണ്ട്. താറാവിൻ്റെ മുട്ടയാണ് 28 ദിവസം. അങ്ങനെ ഓരോ ദിവസമുണ്ട്. ആ ദിവസത്തിന് മുമ്പായിട്ട് ഞാനത് പൊട്ടിച്ചാൽ അത് ഇല്ലാതെ ആയിപ്പോവും, അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ആ വചനത്തിൻ്റെ ജീവൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഒരു 6 മാസം എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ചിലപ്പോൾ 3 ആയിരിക്കും, ചിലപ്പോൾ 2 വർഷമായിരിക്കും, നമുക്കറിയില്ലത്. അത് കർത്താവ് നമ്മുടെ ഉള്ളിൽ പറഞ്ഞു തരും. ആ സമയത്ത് മാത്രമേ അത് എടുത്ത് ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെ ചെയ്താൽ അവർക്കും ബ്ലെസ്സിങ് ആണ്, എനിക്കും ബ്ലെസ്സിങ് ആണ്. അല്ലെങ്കിൽ എന്നാ പറ്റുന്ന വെച്ചാൽ ഒരുപക്ഷെ കേട്ടവർക്ക് കുറഞ്ഞൊരളവിൽ അവർക്ക് അതിൻ്റെതായിരിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും. ഒരുപക്ഷെ അനുഗ്രഹമായിരുന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഷേക്ക് ഹാൻഡും ഒക്കെ തന്നിരിക്കും. പക്ഷേ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇന്നത്തെ മീറ്റിങ്ങിന് ശേഷം ഞാൻ ശൂന്യനായിപ്പോയി. എൻ്റെ ഉള്ളിൽ ഒരു എംപ്റ്റിനെസ് ആണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് വെച്ചാൽ വചനത്തിൻ്റെ റെവലേഷൻസ് തരികയാണെങ്കിൽ ആ റെവലേഷൻ എനിക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കി ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആരാഞ്ഞറിഞ്ഞ് അതെന്താണ് എന്നിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളിപ്പം നേരത്തെ പാടിയല്ലോ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ, നേരെ നിരപ്പാം വഴിയോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിലേതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പാടിക്കൊണ്ടിരുന്നപ്പം പരിശുദ്ധാത്മാവ് ബോധ്യം തന്നോ? നമ്മൾ പാടിയ ഒരു പാട്ട് പണ്ടോ എഴുതിയ ഏതോ ആഴത്തിലുള്ള ഒരു ദൈവഭക്തൻ എഴുതിയത് കൊണ്ട് നമ്മൾ പാടിയതാണോ? അതോ അത് ഏറ്റു പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തിനോടൊപ്പം തന്നെ നമ്മുടെ ചിന്തകളും പോയി അത് എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് വ്യക്തിപരമാക്കി തീർക്കാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തിയോ? പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും അത് ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളതിനെ തിരിച്ചറിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പാട്ട് അനുഗ്രഹമായി തീർന്നു. അല്ലെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ നല്ലൊരു പാട്ട് പാടി അതിലൊരു സന്തോഷം കണ്ടെത്തിയെന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും നമ്മളെ നടത്താൻ അതിന് കഴിയാതെ പോകും. ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം ഇത്രയേ ഉള്ളൂ. ദൈവവചനത്തിന് നമുക്ക് ശുദ്ധിയുള്ള മൃഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പെടണമെങ്കിൽ ഒന്ന്, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അയവറക്കുന്ന സ്വഭാവം വീണ്ടും
ച്യൂ ചെയ്യുന്ന സ്വഭാവം, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ അതിനെ അതിനെ ചിന്തയിലേക്ക് ബോധപൂർവമായി കൊണ്ടുവരണം. കൊണ്ടുവന്ന നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ആ സമയത്ത് നമുക്ക് റവലേഷൻസ് തരും. റവലേഷൻസ് എപ്പോഴും വേർതിരിവായിരിക്കും. ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പാകെയാണല്ലോ ഇരുട്ടും വെളിച്ചവും ഒക്കെ വേർതിരിഞ്ഞ് അങ്ങനെ പലതിനെയും വേർതിരിച്ചതായിട്ട് നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുന്നുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഈ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മുടെ കുരുക്കൊന്ന് അഴിച്ചെടുത്തു വരും. നമ്മൾ ജെയിംസിന്റെ യാക്കോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ അത്ര ദൈവത്തിന് പ്രത്യക്ഷനായത്. അപ്പൊ പിശാച് നമ്മളെ കണ്ടമാനം കെട്ടിവെച്ചിരിക്കുക, ധാരാളം ഒരു 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 100 കടുങ്കെട്ടിട്ട് വെച്ചിരിക്കുന്ന ഒരു നൂലിൽ നിന്നും ഓരോന്നോരോന്നായിട്ട് നമ്മളെ അഴിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തി ചെയ്തെടുക്കാനാണ് ദൈവപുത്രൻ വന്നത്. അപ്പൊ എവിടെയാണ് നമ്മളെ കെട്ടിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താമണ്ഡലത്തിലും നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണകളിലും നമ്മൾ ആത്മീയമെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുള്ള ബന്ധത്തിലും അതൊക്കെ പലതും ആത്മീയതയായിരിക്കുകയല്ല, മറിച്ച് മതഭക്തിയായിരിക്കും. അതിനെ തമ്മിൽ വേർതിരിക്കണം. പിന്നെ ആത്മാവിന്റെ തള്ളലാന്ന് ഞാൻ വിചാരിച്ചത് പോലും ജഡത്തിന്റെ തള്ളലായിരിക്കും. പിന്നെ നമ്മൾ കേട്ട സ്വരം ചിലപ്പം ദൈവത്തിൻ്റെതായിരിക്കില്ല, എൻ്റെ സ്വരമായിരിക്കും, ചിലപ്പോൾ ശത്രുവിൻ്റെ സ്വരവുമായിരിക്കാം. ഇതിനെയൊക്കെ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ഉള്ളിൽ നടക്കാനുണ്ട്. ആ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. നമ്മളെ ജസ്റ്റ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഉദാഹരണം എടുക്കാം. ഇന്ന് രാവിലെ എൻ്റെ തന്നെ പെങ്ങൾ എന്നോട് ചോദിച്ചേ ഉള്ളൂ, അല്ല കർത്താവ് പറഞ്ഞതല്ലേ നമ്മളെ അങ്ങ് ഉടുപ്പ് നീതീകരിച്ചു എന്നുള്ളതും യേശു ക്രിസ്തുവിന്റെ നീതി വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്, പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കൂടുതൽ ക്രൂശ് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതാണ്. നമുക്കുള്ളത് പോലെയൊക്കെ ജീവിച്ചാൽ പോരെ എന്തായാലും എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരു കരിക്കട്ട എടുത്തിട്ട് ആ കരിക്കട്ട ഒരു മുഴം നീളമുള്ള കരിക്കട്ടയാണെന്ന് വിചാരിച്ചോ, ഇച്ചിരി കത്തിയതാണ്. അപ്പം അത് ഒരു കരിക്കട്ടയാണ്, ഇനിയും കത്തിയത് ചാരമാകാനുണ്ട്. അപ്പൊ ഈ കരിക്കട്ട നമ്മൾ എടുത്ത് അടുപ്പിലോട്ട് വെക്കുമ്പം മുഴുവൻ അടുപ്പിൽ കൊള്ളാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കാൽ ഭാഗമായിരിക്കും ആദ്യം കൊള്ളുന്നത്. അപ്പൊ ആ കാൽ ഭാഗം അടുപ്പിലിരിക്കുമ്പോൾ ആ കാൽ ഭാഗത്തിന് നല്ല ചുമന്ന നിറമായിരിക്കും. അപ്പൊ അവിടെ ഒരു ഭാഗത്തൊരല്പം തീ പിടിച്ചു, അത് ചുവപ്പായതുകൊണ്ട് കരിക്കട്ട മുഴുവനും തീയാണെന്നോ ചുവപ്പായെന്നോ ആരും പറയത്തില്ല. ബാക്കി മുഴുവൻ ഇരുട്ട് ഇനിയും കിടക്കുക. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ഭാഗങ്ങളിലെ വെളിച്ചം വന്നിട്ടുള്ളൂ. ആ വെളിച്ചത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി, നമുക്ക് സത്യമാണെന്ന് മനസ്സിലായി, ദൈവത്തോട് നമ്മൾ നന്ദിയുണ്ട്. ഇനി നമ്മുടെ ഉള്ളിൽ എന്താ ചെയ്തെടുക്കാൻ പറ്റാൻ ഇനിയും കിടപ്പുള്ള കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്കൊരു വെളിച്ചം കിട്ടണം. അപ്പം ബാക്കി ഭാഗം ഇരുട്ടായിട്ടാണ് കിടക്കുക. അതുകൊണ്ടാണ് നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞത്. നമ്മളാകെ 1, 2, 3 മുറികളൊക്കെ ആകെ തുറന്നു കൊടുത്തിട്ടുള്ളത് ദൈവത്തിനായിട്ട്. ബാക്കി ഇനിയും തുറക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട്. തുറക്കുന്ന മുറിയിലൊക്കെ കർത്താവ് ഇവിടെ വെളിച്ചം അയച്ചുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ യോഹന്നാന്റെ ലേഖനത്തിൽ സുവിശേഷത്തിൽ 3 വായിക്കുന്നുണ്ടല്ലോ, ഏത് മനുഷ്യനെയും 3 1 എനിക്കല്ല, ഏതായാലും 1:21, 3:21 ആയിരിക്കും. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്നാൽ മനുഷ്യന്റെ പ്രവൃത്തി ഇരുളുള്ളതാകൊണ്ട് അല്ലെങ്കിൽ ദോഷമുള്ളതാകൊണ്ട് അവർ വെളിച്ചത്തെക്കാൾ അധികമായി ഇരുളിനെ സ്നേഹിച്ചു. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യം പറയുന്നത്, തൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകൊണ്ട് അതിന് ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി അവൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. അതായത് കൂടുതൽ ദൈവത്തോട് അടുത്ത് വന്നാൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിർത്തേണ്ടി വരും. ചിലപ്പം ഭാര്യയോട് വഴക്കുണ്ടാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒച്ച കൂട്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ കോപ സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അധാർമികമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ രഹസ്യ ജീവിതത്തിൽ ഏതെങ്കിലും വേണ്ടാത്ത സ്ഥലങ്ങളിലും സൈറ്റുകളിലും പോയി സന്ദർശിക്കുന്ന നിത്യ സന്ദർശകനായിരിക്കാം. അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ വെളിച്ചം എൻ്റെ ജീവിതത്തിലേക്ക് ശക്തമായിട്ട് വന്നിട്ട് അത് ആക്ഷേപമുള്ളതാണെന്ന് തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യും, അങ്ങനെയുള്ളവർ അധികം വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അവര് അധികം കാര്യമൊന്നും കേൾക്കണ്ട, അധികം ഒന്നും വേണ്ട, ഇപ്പം ഇങ്ങനെ കണ്ട് പോയച്ചാൽ മതി എന്ന് പറയുന്ന ഒരു 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 ഇതിലേക്ക് വരും. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുവൻ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തതാണെങ്കിൽ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ തന്നെയാണോ ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പം നമ്മൾ ആ വാക്യം വേണമെങ്കിൽ ഒന്ന് എടുക്കാം. 1 യോഹന്നാന്റെ 3:19 തൊട്ട് 21 വരെ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ
അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. എപ്പോഴും അതിനോട് റെസിസ്റ്റൻസാ. എന്താ അത്രയ്ക്ക് വേണോ, അങ്ങനെയൊക്കെ വേണോ, അതാണോ അതിന്റെ അർത്ഥം? നമ്മൾ പെട്ടെന്ന് ഡയറക്റ്റ് വചനത്തെ ഒപ്പോസ് ചെയ്യത്തില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ രക്ഷിക്കപ്പെട്ട് പിന്നെ വിശ്വാസിയായി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വചനത്തോട് നേരിട്ടല്ല പറയാം, പക്ഷെ അതിനോട് കൂടെ ചേർന്ന് വെച്ച് അതിനെ ഒന്ന് വളയ്ക്കാൻ നോക്കും. ആ, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രവൃത്തി ദോഷമുള്ളതായതുകൊണ്ട് അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നതിനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തിന്മ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ തിന്മയോട് ആഗ്രഹമുള്ളവനും അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ വെളിച്ചത്തെ പകയ്ക്കുന്നു. അതേസമയം എനിക്കതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം, ഇത് എന്നെക്കുറിച്ചുള്ള യാഥാർത്ഥ്യമാണ്, എന്നെക്കുറിച്ചുള്ള സത്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇത് ഞാൻ അംഗീകരിക്കുന്ന കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പറയുന്ന ഒരാൾക്ക് രക്ഷ ദൈവം സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. നേരുള്ളവർക്ക് ദൈവം രക്ഷ സംഗ്രഹിച്ചു വെച്ചു എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ആ തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്ക് തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതില്ല. അപ്പം വെളിച്ചത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തോ ഒരു പരുമ്മല്, ഒരു ചമ്മല്, നമുക്ക് അധികം അങ്ങോട്ട് മുന്നോട്ട് വരാനായിട്ട് പറ്റുന്നില്ല. അപ്പം ചില കൂട്ടായ്മയിൽ ശ്രദ്ധിച്ചു നോക്കിയോ, തുറന്നു പറഞ്ഞാൽ ഞാൻ പണ്ട് ബാംഗ്ലൂരൊക്കെ പോകുമ്പോഴേ ഈ അടുത്ത ചില മീറ്റിങ്ങുകളിലൊക്കെ സാഗ്ബർ ഉണ്ടാവും. അപ്പം ഇങ്ങനെ വട്ടത്തിലൊക്കെ ഇരുന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വർത്താനം പറയുമ്പോൾ സാഗ്ബർ ഇരുന്ന് കൂടിയിരുന്ന് വർത്താനം പറയുന്ന മീറ്റിംഗ് ആ കൂട്ടത്തിലോട്ട് ഞാൻ പോവുകയില്ല. നമ്മുടെ കോൺഫറൻസിലെ പ്രധാന മീറ്റിങ്ങിന് ശേഷം കേട്ടോ. അപ്പോൾ 8:30 അല്ല 9 മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞെങ്കിൽ പിന്നെ എല്ലാവരും ഇന്ന് വട്ടത്തിലിരുന്ന് വർത്താനമൊക്കെ പറയുന്ന കൂട്ടത്തില്ല. അപ്പം നമ്മൾ അവിടെ പോയാൽ ചിലപ്പം നമ്മുടെ പ്രവൃത്തി വല്ലാണ്ട് നാണം കെട്ടുപോകും. അല്ലെങ്കിൽ ശക്തമായ വെളിച്ചത്തിൽ ചെറിയ കരണ്ട് വരെ കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോവുകയില്ല. അപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും അതിന് വേറെ ഏതെങ്കിലുമൊക്കെ എൽഡേഴ്സിൻ്റെയോ ഒക്കെ അടുത്ത് അങ്ങനെയുള്ള ഒരു 3-4 പേര് ചുറ്റിപ്പറ്റിയിരിക്കുന്ന സ്ഥലങ്ങളിൽ പോകും. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രവൃത്തി അവിടെ ഒരു ആക്ഷേപം വരും, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഒരു നാണക്കേട്. ആ അത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അന്ന് ചെയ്തത് ശരിയല്ല, കാരണം ശരിയായ വെളിച്ചവും നല്ല വെളിച്ചവും ഉള്ളിടത്തേക്ക് പോയി നിന്ന് അപ്പം തന്നെ നമ്മൾ എന്താ പറയണ്ടേ, അവിടെ ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വയലന്റ് ആയിരിക്കണം. ആകട്ടെ, വെളിച്ചം അടിക്കട്ടെ, അത് അങ്ങനെ എൻ്റെ ഉള്ളിലെ ഇരുട്ടിൽ എനിക്ക് മനസ്സിലാവുമല്ലോ, അതെനിക്ക് ഒന്നും കൂടെ ഒരു മാനസാന്തരം ഇടയാവുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കുക വേണ്ടത്. പക്ഷെ എനിക്ക് അന്ന് അത്രയും ആഗ്രഹമോ എന്തുകൊണ്ടോ എനിക്ക് സാധിച്ചില്ല. നമ്മൾ അങ്ങനെ ആകരുത്, അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. 21-ാം വാക്യത്തിൽ സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പൊ ദൈവത്തിൽ ചെയ്ത പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി വെളിച്ചത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ എഴുതിയിരിക്കുന്നത് സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കിയാൽ അത് വെളിപ്പെടേണ്ടതിന് വേണ്ടി വെളിച്ചത്തിലേക്ക് വരുന്നു. ഇംഗ്ലീഷിൽ ബട്ട് ഹൂ എവർ ഡസ് വാട്ട് ഈസ് ട്രൂ comes to the light so that it may be clearly seen that his works has been carried out in God. താൻ ചെയ്ത പ്രവൃത്തി മനുഷ്യനല്ലേ, എന്തൊക്കെ പറഞ്ഞാൽ അവനിൽ കുറച്ച് എപ്പോഴും എങ്ങനെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു 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 ദോഷം കാണും. ചിലതൊക്കെ പറയുമ്പോൾ തന്നെ ആയാലും അതിനകത്ത് ചിലപ്പോൾ നമുക്ക് സ്വയം പ്രശംസ എടുക്കാനൊരു ആഗ്രഹം കാണും, കുറച്ചുകൂടെ ഇമ്പ്രസ് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ കാണും. പിന്നെ ആൾക്കാർ നല്ലതെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു ചോദിച്ചില്ലെങ്കിലും കേൾക്കാനൊക്കെ ഒരു ആഗ്രഹം, ഓരോ ടെസ്റ്റിമോണിയിലും ഞാൻ പറഞ്ഞ എല്ലാവരും എടുത്തു പറയുന്നുണ്ടോ എന്ന് കേൾക്കാനായിട്ടുള്ള ഒരു താല്പര്യം, ഇങ്ങനെ പലതും നമ്മളെ ഇങ്ങനെ ആ സമയത്ത് വേട്ടയാടുന്നുണ്ട്. അതാണ് സത്യം. അപ്പം നമ്മൾ ചെയ്തത് നല്ല കാര്യം തന്നെ, വചനം പറഞ്ഞു, നല്ല സാക്ഷ്യം പറഞ്ഞു, ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ ഈ തികഞ്ഞ പാപത്തിൽ പിറന്നവൻ എന്ന് പറയുന്നത് പോലെ നമ്മൾ അതമ്പതിച്ചു പോയൊരവസ്ഥയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ പെങ്ങൾ പറയുന്നത് ഞാൻ ആ കൂട്ടത്തിലൊന്നും പെടുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല, പൗലോസ് ആദാമിൻ്റെ മകനായിരുന്നു, പൗലോസ് യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധമില്ലെങ്കിൽ പോലും അതുകൊണ്ട് ഞാൻ നീതിമാനെന്ന് വരുന്നില്ല, ഞാൻ ആ പാപിയിൽ ഏറ്റവും വലിയവനാണെന്നാണ് പറഞ്ഞത്. എൻ്റെ ജീവിതത്തിലും എനിക്കും അതേ പറയാനുള്ള സാക്ഷ്യമുള്ളൂ, അതുകൊണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആദാമിന്ന് ജനിച്ചതാണെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പം ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ആദാമിൻ്റെ പ്രകൃതി നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാറ്റിന്മേലും ഒരു ഇരുളിൻ്റെ അംശമുണ്ട്. അത് ഇനി അതെങ്ങനെയാ പോകുകയെന്ന് ചോദിച്ചാൽ അത് സെൽഫ് ലൈഫിന്റെ ക്രൂസിഫിക്കേഷനിലൂടെ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കഠിനമായി, രക്ഷയ്ക്ക് വേണ്ടി ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്.
അവിടെ നമുക്കിങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് നമ്മളിപ്പം വഴുവഴുപ്പുള്ള സ്ഥലത്തോടെ പോയി കഴിഞ്ഞാൽ എത്ര കരുതലോടെ പോവും. കാലൊക്കെ നല്ലവണ്ണം ഊന്നി അവിടെ ഗ്രിപ്പ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ നടന്നു പോകില്ലേ വീഴാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ വെളിച്ചത്തിലേക്ക് വരുന്ന സത്യ പ്രവർത്തിക്കുക. അപ്പൊ മനസ്സിൽ അന്നേരം എൻ്റെ അപ്പൊ കിട്ടിയ വെളിച്ചത്തിൽ അത് ശരിയെന്ന് തോന്നി ഞാൻ ചെയ്തതാണ്. പക്ഷെ അതുകൊണ്ട് പൗലോസ് പറയുന്ന പോലെ ഞാൻ യാതൊരു കുറ്റത്തെയും കുറിച്ച് എനിക്ക് ബോധമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നീതിമാനെന്ന് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തതെല്ലാം ശരിയെന്ന് അർത്ഥമില്ല. എനിക്ക് അന്നേരമുള്ള വെളിച്ചത്തിൽ അങ്ങനെ എനിക്ക് തോന്നിയെന്നേ ഉള്ളൂ. ഒരുപക്ഷെ എന്നേക്കാൾ വെളിച്ചമുള്ളവരും കുറച്ചും കൂടെ ആഴത്തിൽ കാണുന്നവരും ഇപ്പം നമ്മൾ തന്നെ ഒരാളെ ഇപ്പം, എന്താ പറയണ്ടേ, ഇപ്പൊ ടി ബി ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഡോക്ടർ ഷർട്ടൊക്കെ ഊരിയിട്ട്, ഓ നിന്റെ എല്ലെല്ലാം പുറത്ത് കാണുന്നല്ലോ, നിനക്ക് എന്തെങ്കിലും കാര്യമായ അസുഖം ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ പറഞ്ഞു തരിക്കും. പക്ഷെ ഒരു എക്സ്റേയും പിന്നെ കഫത്തിന്റെ ഒരു ടെസ്റ്റും കൂടെ നടത്തിയിട്ടാണ് അത് ഉറപ്പാകുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കണം. അതുപോലെ നമുക്ക് അന്നേരത്തെ ഇതിലൊരു ജനറലായി കിട്ടിയ ഒരു ക്ഷീണം കൊണ്ട് ചിലപ്പോൾ അതാണെന്ന് വിചാരിച്ച് തോന്നും. ചിലപ്പം ക്ഷീണത്തിന് കാരണം അത് തന്നെ ആകണമെന്നില്ല, ടി ബി ആകണമെന്നില്ല. എന്തായാലും രണ്ടാമത്തെ മൂന്നാമത്തെ ടെസ്റ്റുകളിലാണ് അത് ക്ലാരിറ്റിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ക്ലിയർലി സീൻ, വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് സത്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ചെയ്ത പ്രവൃത്തി, ഇപ്പൊ എനിക്ക് ടി ബി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ചിലരൊക്കെ സൂചിപ്പിച്ചു, അല്ലെങ്കിൽ ആദ്യത്തെ ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചു, നിങ്ങൾ കൂടുതൽ ടെസ്റ്റിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ ഒന്ന് പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതിന് പോകാതിരിക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ അറിയണമെന്ന് താല്പര്യമൊന്നുമില്ല. അതേസമയം എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമാണെങ്കിലോ, എന്നാ അപ്പോൾ ഞാനൊന്ന് നോക്കിക്കളയാം, ശരിയാ കുറെ നാളായി ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചുമയുണ്ട്, അത് മാറുന്നില്ല. അപ്പൊ അവിടെ പോയി അവൻ ടെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ഹിതം പോലെ എന്നെ നടത്തണേന്ന് നമ്മളിപ്പോൾ പാടിയില്ലേ. ആ അത് തന്നെ എൻ്റെ ആഗ്രഹമെങ്കിൽ എവിടെയെങ്കിലും വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് ഞാൻ ചെന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. സോ ദാറ്റ് ആ വെളിച്ചം എൻ്റെ മേൽ വീണിട്ട് ഞാൻ എക്സ്പോസ്ഡ് ആവട്ടെ, ഞാൻ ഞാൻ വെളിപ്പെടട്ടെ, ഞാൻ ആരെന്നുള്ളത് വെളിപ്പെടട്ടെ. അത് എനിക്ക് വെളിപ്പെടട്ടെ, എനിക്ക് മനസ്സിലാവട്ടെ. എന്നിട്ട് എനിക്കത് ഏറ്റു പറയാമല്ലോ, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാമല്ലോ. തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും യഹോവ കൃപാലു അത്രേ. അപ്പൊ വിളിച്ചപേക്ഷിക്കുന്നവനോട് അവനെ രക്ഷിക്കാനായിട്ടും നമ്മൾ എബ്രായ പറയുന്നത്, കർത്താവ് സദാസമയം പക്ഷപാതം ചെയ്തുകൊണ്ട് പിതാവിൻ്റെ അടുക്ക നിൽക്കുന്നു, തൻ്റെ അടുത്തേക്ക് അടുത്ത് വരുന്നവർക്ക് വേണ്ടി, അവരെ സദ്ഗുണപൂർണ്ണരാക്കി തീർക്കാൻ വേണ്ടി, അവരെ പൂർണ്ണമായിട്ട് അവരുടെ ജഡത്തിന്റെ സകല വീഴ്ചയിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് കാത്തിരിക്കുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുന്നവരെല്ലാം ഇങ്ങനെ വെളിച്ചത്തിലേക്ക് വരും. വെളിച്ചത്തെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇരുട്ടുണ്ട്. ആ ഇരുട്ട് എക്സ്പോസ്ഡ് ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ സത്യത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിലൊരു വ്യാജമുണ്ട്. അത് നമ്മളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യമല്ല. ഇപ്പൊ കുട്ടികൾ പഠിക്കണം പഠിക്കണം എന്ന് പറയും, പക്ഷെ ഒറ്റ ഹോംവർക്കും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? എടാ നിനക്ക് പഠിക്കണം എന്ന് ആഗ്രഹമില്ല എന്ന് പറയും. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ചില വിധികളൊക്കെ പ്രസ്താവിക്കുന്നുണ്ടാവും, അത് കേൾക്കണം. അപ്പൊ നമ്മൾ ഈ വചനമൊക്കെ വായിച്ചേച്ചും നമ്മൾ ധ്യാനിക്കണം. ധ്യാനിച്ചു കഴിഞ്ഞിട്ട് അത് ചെയ്യണം. ചെയ്യുന്ന സമയത്താണ് നമ്മളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശുദ്ധാത്മാവിന് നമ്മോട് പറഞ്ഞു തരാൻ, കാണിച്ചു തരാൻ ഒക്കെ പറ്റുന്നത്. അപ്പൊ നമ്മൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാലും ഡോക്ടർ ഈ എക്സ്റേ ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാലും വലിയ ക്ലാരിറ്റി ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് ഒരു ലൈറ്റുള്ള ഒരു പ്രതലത്തിന്റെ നേരെ അത് പിടിച്ചിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ ഭാഗത്ത് ഇവിടെ കണ്ടോ, ഒരു കെട്ട് കണ്ടോ, കഫക്കെട്ട് കണ്ടോ, അല്ലെങ്കിൽ അവിടെ തടസ്സം കണ്ടോ എന്നൊക്കെ നമ്മളോട് പറയാറില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ആ വെളിച്ചത്തിലാണ് ഇത് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഈ ഒരു റെവലേഷനിലേക്ക് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ഈ നാളുകളിലൊക്കെ കൂടുതൽ ചിന്തിക്കാം, ആയവിറക്കണം. നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ അടുത്ത മീറ്റിങ്ങിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മറ്റുള്ളവർക്ക് നൽകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ചെയ്ത ഉടനെ കിട്ടുന്ന അങ്ങോട്ട് പറയാതെ അതിനോടുള്ള ബന്ധത്തിൽ അതിന് സമയത്തിന് വേണ്ടി കാത്തിരുന്ന്, അത് എൻ്റെ ജീവിതത്തിൽ ഒരു 21 ദിവസത്തെ ഒരു സമയമാണ്. അത് ഓരോരുത്തർക്കും ഓരോ ടൈം ആയിരിക്കും ഇൻക്യുബേഷൻ പീരീഡ്. ആ സമയത്തിനുള്ളിൽ അതിനെ ജീവനാക്കി തീർത്തിട്ട് പിന്നെ ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ മരണത്തിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേറ്റ് വന്ന പുനരുദ്ധാരണ ശക്തിയായിരിക്കും മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ചർച്ചിനെ പണിയാനായിട്ട് പറ്റുന്നത്. ചർച്ചിലെ കർത്താവ് പഴയ നിയമത്തിലെങ്ങും ഉപയോഗിക്കാത്തൊരു പദമാണ് തൻ്റെ ശരീരമായിരിക്കുന്ന സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുമ്പോൾ ഒരു കൂടിവര എന്ന രീതിയിൽ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. എന്നാൽ സഭ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശരീരമായിട്ട് തീരുന്നതായിരിക്കുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കർത്താവിന് പറഞ്ഞു തരാനായിട്ട് പറ്റണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊരു ദർശനമുള്ളവരായിരിക്കണം.
ഞാൻ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാൻ ഈ കർത്താവിന്റെ ശരീരത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പീസാണ് ഈ ശരീരം എന്നുള്ളത്. നമുക്കറിയാമല്ലോ, പഴയ നിയമ കാലഘട്ടത്തിൽ കർത്താവായ കർത്താവ് ഒരു ദേവാലയം പണിയാനായിട്ട് പറഞ്ഞു. അതായിരുന്നു യെരൂശലേം ദേവാലയം. യെരൂശലേം ദേവാലയം സോളമൻ പണി കഴിച്ചപ്പം അതുപോലെ, കാരണം ദൈവം അവിടെ ജ്ഞാനാത്മാവിനെ കൊണ്ട് നിറച്ച വ്യക്തികളാണ് അതിനെ പണിതത്. അവർ ആ കൗശലവും അതിൻ്റെ ഭംഗിയും അതിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും മഹത്വവും ലോകത്തിലെങ്ങും വേറെ ഇല്ലായിരുന്നു. അതുപോലെയാണ് ആ ആലയത്തെ കർത്താവ് പണിതത്. അതൊരു പഴയ നിയമ കാലഘട്ടത്തിലെ ഒരു ആക്ഷരികമായിരുന്ന ഒരു ഒരു ആലയമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്കായി മരിക്കാൻ ഏൽപ്പിച്ചു തന്നത് വഴിയും, ആ മരണം മാത്രമല്ല, പാപശിക്ഷയേറ്റ മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു ജഡത്തിൽ വന്ന് നമ്മളെപ്പോലെ തന്നെയുള്ള ഇച്ഛാശക്തിയിൽ, നമ്മളെപ്പോലെയുള്ള ജഡം എന്ന് പറയുമ്പോൾ വീഴ്ച പറ്റിയ ജഡമല്ല. വീഴ്ച പറ്റിയതിനകത്ത് ഓൾറെഡി നമ്മൾ ആ അവസ്ഥയിലായി കഴിയും. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി ചെളിക്കകത്ത് കൈയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ചെളി ചെളിയിൽ കളിക്കാൻ പിള്ളേർക്ക് ഇഷ്ടം. അതുപോലെ കളിച്ചത് വഴി നമ്മുടെ അവിടെ ചെളി പറ്റി. പക്ഷെ യേശു ക്രിസ്തുവിന് അങ്ങനെ ഒരു ചെളി പറ്റിയിട്ടില്ല. പക്ഷെ കളിക്കാനുള്ള ആഗ്രഹം യേശു ക്രിസ്തുവിലുള്ള ജഡത്തിലാണ് യേശു വന്നത്. അതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വീഴ്ചയുണ്ട്. ഇതിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിട്ട് കർത്താവിന് മനോഹരമായിരിക്കുന്ന ഒരു ശരീരം പണിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളെ എല്ലാവരെയും അങ്ങനെ വിളിച്ചിട്ട് ഒരു ശരീരമായിട്ട് പണിയാനായിട്ട് ആരംഭിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എത്ര വിഷമമുണ്ടെന്നുള്ള കുടുംബം കഴിച്ചവർക്കെല്ലാം അറിയാം. എത്ര സ്നേഹമെന്ന് പറഞ്ഞാലും ഏതെല്ലാം കാര്യങ്ങളിൽ ഐക്യമുണ്ടെന്ന് തിട്ടപ്പെടുത്തി ഉറപ്പിച്ചാൽ പോലും വിവാഹത്തിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ആരാന്ന് അതും ഒരു ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്കാണ് അറിയാൻ തുടങ്ങുന്നത് നമ്മൾ ആരാന്നുള്ളത്. നമ്മുടെ ആ പൊതിഞ്ഞു വച്ചിരുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അതിൻ്റെ ആ എന്താ പറയണ്ടേ, അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അറിയുന്നത്. അവിടെ നിന്നാണ് ശരിക്കും യൂണിറ്റി ആരംഭിക്കുന്നത്. അവിടെ നമ്മൾ മരണത്തിന് നമ്മളെ ഏൽപ്പിക്കാനായിട്ട് തുടങ്ങും. ക്ഷമയോദിച്ചും ഏറ്റുപറഞ്ഞ വന്ന തെറ്റിനെ ക്ഷമയോദിച്ചും ദൈവസന്നിധിയിലും മാപ്പിരെന്നും, കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നും അത് ഇത്രമാത്രം ശക്തനായിരുന്നുള്ളൂ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞതെന്നും, എന്നിൽ നിന്ന് ഒരു നന്മയും പുറത്തേക്ക് വരുന്നില്ലല്ലോ, നീ തന്നെ മുഴുവൻ പണിതാലേ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞ് നെടുമ്പാക വീണ് ഏറ്റുപറയുമ്പോഴാണ് ദൈവം നമ്മളെ കടാക്ഷിക്കാനായിട്ട് പോകുന്നത്. ഒരിക്കൽ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവാശ്രയം വളരെ ഉള്ള മനുഷ്യനായിരുന്നു. ദൈവം തന്നെയാണ് അവന്റെ ആശ്രയം എന്നും എല്ലാം പറഞ്ഞ് സങ്കീർത്തനങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. എങ്കിലും തന്റെ ജീവിതത്തിൽ അനേകം സമയങ്ങളിൽ ദൈവം അങ്ങനെ അവനെ രക്ഷിക്കുകയും എല്ലാം അവൻ കണ്ടതാണ്. ഒരു സമയത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന 400 പേര് കല്ലെടുത്താൻ എറിയാൻ പോയ സമയത്തും ദാവീദിനെ കൊല്ലണം എന്ന് പറഞ്ഞു. കാരണം അവരുടെ ഭാര്യമാരെ എല്ലാം സിക്ലാഗിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയതുകൊണ്ട് സകലവും നഷ്ടപ്പെട്ടായിരുന്നു. അന്നേരം അവരെ ദാവീദിനെതിരെ തന്റെ കൂടെയുള്ള 400 പേരും തിരിഞ്ഞായിരുന്നു. ആ സമയത്തും ദാവീദ് തന്നെത്താൻ യഹോവയിൽ ബലപ്പെടുത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. വേറെ ആരുടെയും സഹായം അവിടെ ബലപ്പെടുത്താനായിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള ദാവീദ് രാജാവായ ശേഷം പല യുദ്ധങ്ങളും ജയിച്ച ശേഷം തൻ്റെ കീഴിലുള്ള ജനത്തെ എണ്ണാനായിട്ട് യോവാബിനോട് പറഞ്ഞു. യോവാബിന് മനസ്സിലായി, എന്തിനാ രാജാവ് ഇപ്പം ഈ എണ്ണുന്നേ? ഇങ്ങനെ ഈ ജനത്തിന്റെ എണ്ണം നോക്കിയിട്ടാണോ നമുക്ക് ഈ വിജയമൊക്കെ ദൈവം തന്നത്? നമ്മൾക്ക് എണ്ണം 10 ഉള്ളപ്പോഴും 1000 ഉള്ളപ്പോഴും ഒക്കെ ദൈവം വിജയം തന്നില്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഇതിന് തുനിയുന്നതെന്ന് പറഞ്ഞു. പക്ഷെ രാജാവിന്റെ കൽപ്പന മറുത്തുകൂടാത്തതാകൊണ്ട് യോവാബിന് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവൻ എണ്ണി ദേശത്തെല്ലായിടവും സഞ്ചരിച്ച് സകല ജനത്തിന്റെ കണക്കെടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു പ്രവാചകനെ അയച്ചു. ആ പ്രവാചകൻ വന്നിട്ട് അവന്റെ തെറ്റുകളെ കുറിച്ച് ബോധ്യപ്പെടുത്തി. എന്നിട്ട് അവനോട് പറഞ്ഞു. അപ്പൊ ദാവീദ് തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞെങ്കിലും അതിനൊരു ശിക്ഷ കൊടുക്കാനായിട്ട് കർത്താവ് തീരുമാനിച്ചു. 3 ശിക്ഷ മുമ്പിൽ വെച്ചു. ഒന്ന്, നിന്റെ ശത്രുക്കളാൽ നീ പിന്തുടരുന്നോ അതോ മഹാമാരി ഞാൻ അയക്കണോ? പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട്. ഏതായാലും 3 കാര്യങ്ങൾ. ക്ഷാമം മൂന്നാമത്തത്. ഈ 3 കാര്യത്തിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുത്തോളാം. അപ്പം അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, ഞാൻ മനുഷ്യരുടെ കയ്യാൽ വീഴരുത്, വീഴുകയാണെങ്കിൽ ദൈവത്തിന്റെ കയ്യിൽ തന്നെ വീഴട്ടെ, കർത്താവ് കരുണയുള്ളവനാണല്ലോ എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ അത് ചൂസ് ചെയ്തു.
അതായത് വീഴുകയാണെങ്കിൽ മനുഷ്യരുടെ കയ്യിൽ വീഴുന്നതിനേക്കാൾ എത്രയോ നല്ല ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത്. അവന്റെ അടിയിലും ഒരു കരുണയുണ്ട്. അവന്റെ ചെവിക്ക് പിടുത്തത്തിൽ ഒരു മാർദ്ദവത്വമുണ്ട്. അതുകൊണ്ട് ഞാൻ അവന്റെ കയ്യാൽ തന്നെ വീണ് ഈ ശിക്ഷ ഞാൻ ഏൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു ആ ശിക്ഷ അവൻ ഏറ്റു. അപ്പൊ അവിടെ ദാവീദ് ചെയ്തത് നെടുമ്പാക വീഴുകയായിരുന്നു. അവിടെ ന്യായീകരണങ്ങളൊന്നും കർത്താവിന്റെ മുമ്പ് ഒരക്ഷരം പോലും പറയുന്നില്ല. പ്രവാചകൻ എന്താണോ വന്ന് പറഞ്ഞത് അത് അതേപടി അംഗീകരിച്ചു. അവിടെ സാഷ്ടാംഗം ദൈവത്തിന്റെ കാൽ കീഴിൽ അങ്ങ് വീണു. ആ വീഴ്ചയിൽ ദൈവം അവനെ കടാക്ഷിച്ചു, അല്ലെങ്കിൽ അവനോട് പുറത്തു. പിന്നെ അവനെ പിന്നീട് നമ്മൾ അനുഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്തും കർത്താവ് നമ്മളോട് ഇങ്ങനെ ഡീൽ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇടപാടുകളുള്ളവരാക്കി തീർക്കണം. ഇടപാടുകളുള്ളവരായി തീരുന്നവർക്ക് മാത്രമേ ബലമുള്ളൂ. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, യാഗിലെ ബലം എൻ്റെ ബലമാകുന്നു എന്നുള്ളത്. ദൈവത്തിന്റെ ബലം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ദൈവത്താൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരാളായിരിക്കണം. ദൈവത്താൽ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതിനേക്കാൾ നല്ലത് കൈകാര്യം ചെയ്യപ്പെടുന്നവനായിരിക്കണം. ദൈവം എന്നെ കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ എന്നിൽ ദൈവത്തിന്റെ ബലം ഉണ്ടായിരിക്കും. ആ വ്യക്തിക്ക് പ്രാഗൽഭ്യം ഉണ്ടായിരിക്കും. അത് അവനെടുക്കുന്ന തീരുമാനങ്ങളിലും സ്റ്റെപ്പുകളിലും ഒക്കെ ലോകം മുഴുവൻ കുനിഞ്ഞു നിൽക്കുമ്പോഴും നിങ്ങൾ തല കുനിഞ്ഞാ നിൽക്കുന്നത്, ഇതാണ് നേരെ എന്ന് പറഞ്ഞ് ഞാൻ നേരെ നടക്കും. അല്ലാണ്ട് ഞാനും ഇവിടെയുള്ള 10,000 പേര് എൻ്റെ ചുറ്റുമുള്ളവർ തല കുത്തി നടക്കുന്നു, ഞാനും എന്നാൽ തല കുത്തി നടന്നേക്കാം നാളെ എന്ന് പറഞ്ഞ് ഞാൻ അത് പരിശീലിക്കുകയല്ല. ഞാൻ പറയും അത് തെറ്റ്, ഇതാണ് ശരിയെന്ന് പറഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങും. അപ്രകാരമുള്ള ഒരു നിൽപ്പിനുള്ള ശക്തി നമുക്ക് വരണമെങ്കിൽ നമ്മൾ ദൈവമായിട്ട് ബലമുള്ളവരാണ്. ദൈവമായിട്ട് ബലം ഉണ്ടാകണമെങ്കിൽ ദൈവം നമ്മളെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ പാടിയല്ലോ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. യാക്കോബ് അങ്ങനെ ദൈവത്താൽ കൈകാര്യം ചെയ്യപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. യാക്കോബ് തന്റെ ജീവിതത്തിൽ പുറപ്പെട്ടു പോയപ്പോൾ യേശാവിനെ പേടിച്ച് ഓടിപ്പോയ സമയത്ത് ഒരു ദർശനം കണ്ട്, കോണി കണ്ടിട്ടൊക്കെ സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ചതാണ്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, എന്നെ പോയ പോലെ മടക്കി വരുത്തുമെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കും, ഇവിടെ ഞാനൊരു പള്ളിയും പണിത് തന്നേക്കാന്ന് പറഞ്ഞു. അവൻ അത്ര സ്പിരിച്വൽ ഒന്നും അല്ല, പക്ഷെ ഒരു മതഭക്തനായിരുന്നു. ഇവിടെ എന്താ, എന്നെ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, യഹോവ തന്നെയാ ദൈവം. ഇനി എന്തായാലും നിനക്ക് വേണ്ടത് ഒരു പള്ളിയല്ലേ, അത് ഞാൻ പണിത് തന്നേക്കാം. അങ്ങനെ ഇവിടെ എല്ലാവരും കൂടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഒരു സ്ഥലവും തരാം എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു പുള്ളി. പക്ഷേ തൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ ദൈവം അവനെ കൈകാര്യം ചെയ്തു. അങ്ങനെ കൈകാര്യം ചെയ്ത് അവിടെ പറയുന്നുണ്ട്, ലാബാൻ തൻ്റെ അമ്മായിയപ്പൻ 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി എന്ന് പറയുന്നുണ്ട്. അതുപോലെ മിക്കപ്പോഴും കിടപ്പ് അങ്ങനെ സുഖമുള്ള വീട്ടിലൊന്നും ആയിരുന്നില്ല. ഒരു പക്ഷെ അമ്മായിയപ്പൻ ഓടിച്ചു വിട്ട് കാണും, എടാ ഇവിടെയാണ് അവിടെ ആടിനായിട്ടും വരുന്നു പറഞ്ഞു. അതുകൊണ്ട് അവൻ മഞ്ഞുകൊണ്ടും രാത്രിയിലെ തണുപ്പ് കൊണ്ടും ഒക്കെയും അവന്റെ ദേഹം ക്ഷീണിച്ചു എന്നൊക്കെ ജാക്കോബ് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ എല്ലാം കടന്നു പോയത് വഴി അവൻ ഒത്തിരി കൈകാര്യം ചെയ്യപ്പെട്ടു ദൈവത്താൽ. ഇനി അവസാനമായിട്ട് അവിടെ കൊണ്ടും തീർന്നില്ല, ആൾ അന്നേരം കൗശലക്കാരൻ തന്നെയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയാണ് ഒരു നദിയുടെ അടുത്തെത്തിയപ്പം തന്റെ ചേട്ടനുമായിട്ട് ഒന്ന് നിരപ്പാക്കാൻ വേണ്ടിയിട്ട്, കാരണം അപ്പന്റെ സ്ഥലത്താണല്ലോ താമസിക്കുന്നത്, അവിടെയാണല്ലോ വന്ന് താമസിക്കേണ്ടത്. ആ ദേശത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് യാക്കോബ് നദീ തീരത്ത് വെച്ചിട്ട് ദൈവം ഇടപെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും അവിടെ തന്റെ ദൂതന്മാരെ മുമ്പ് അയച്ചപ്പോൾ അവർ കേട്ടത് എന്താ? അദ്ദേഹം കേട്ടത് ഏശാവുണ്ട് 400 പേരുമായിട്ട് ഇങ്ങോട്ട് വരുന്നു. അവിടെ വെച്ച് അവൻ ഇവരെ ഭാഗിച്ചിട്ട് ഓരോരുത്തരായിട്ട് എല്ലാരെയും അക്കരെ കടത്തി. യാക്കോബ് തനിയെ ശേഷിച്ചു. ഒരു പക്ഷേ ഇനിയിപ്പോ ഏശാവ് എല്ലാരെയും കൊന്നാൽ യാക്കോബ് ഓടി രക്ഷപ്പെടാമല്ലോ എന്ന് ഒരു പക്ഷെ വിചാരിച്ചു കാണും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന ആ രാത്രി അവൻ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇവർക്ക് എന്താ സംഭവിക്കുന്നത് നോക്കി കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. പുഴയുടെ അക്കരയാണല്ലോ, അപ്പൊ ഇങ്ങോട്ട് കടക്കണമെങ്കിൽ നദി കടന്നാലല്ലേ ഈ യാക്കോബിനെ പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ രാത്രി മുഴുവൻ അന്നേരമാണ് ഒരു ദൂതൻ വന്നത്, ആ രാത്രി മുഴുവൻ പിടിച്ചെടുത്തു. അപ്പൊ ഇവന്റെ ബലം ഇപ്പോഴും തീർന്നിട്ടില്ല. ഓടി രക്ഷപ്പെടാമെന്നും വിചാരിച്ചുകൊണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൂതൻ വന്ന് മല്ല് പിടിച്ചേച്ച് തോടയുടെ എല്ലങ്ങ് ഒടിച്ചു കളഞ്ഞു, അതോടെ ഉളുക്കി കളഞ്ഞു. ആ ഉളുക്കലോടെ പുള്ളി നെടുമ്പാക വീണു. കാരണം എന്താ വെച്ചാൽ ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചതും ഇനി രക്ഷയില്ല. കാരണം മുടന്തി
നടന്നു പോയി കഴിഞ്ഞാൽ എത്ര ദൂരം വരെ പോകും, തൻ്റെ കാര്യം കഴിഞ്ഞു എന്ന് അതോടെ യാക്കോബിന് മനസ്സിലായി. അവിടെ വച്ചാണ് ദൈവം അവനെ അനുഗ്രഹിക്കുകയും പിന്നെ അവരുടെ ജീവിതകാലം മുഴുവൻ അവനൊരു വടിചാരിയാണ് നടക്കുന്നത്. പക്ഷെ ജീവിതകാലം മുഴുവൻ നടന്നാൽ എന്താ, ദൈവത്തിന്റെ പ്രഭു എന്നുള്ളൊരു പേരിന് അവൻ അർഹനായി തീർന്നു. അപ്പൊ അതുപോലെയുള്ള ഒരു ദൈവത്തിന്റെ ഡീലിങ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അങ്ങനെ നടന്നിട്ടാണ് നമ്മളെ ഒന്നാക്കി തീർക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആലയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ അത് ഏറ്റവും ജ്ഞാനാത്മാവിനെ കൊണ്ട് ഉള്ള ശില്പികളെ കൊണ്ട് പണിത് അത് ഏറ്റവും മഹത്വമുള്ള ഒരു ആലയമായിട്ട് ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് തൻ്റെ ശരീരമായിരിക്കുന്ന സഭയാണ് അദൃശ്യമായ ലോകത്തിൽ യേശു പണിതുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു തന്നെ അടിസ്ഥാനമായിട്ട് മൂലക്കല്ലായിരിക്കെ അതിന്മേൽ മറ്റ് കല്ലുകളെ ചേർത്ത് അതേ ആത്മാവായിട്ട് പണിത് വരികയാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ ഹവ്വ ആദമിൽ നിന്ന് ഉളവായി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് സൃഷ്ടിക്കുകയല്ല ചെയ്തത്. അതുപോലെ ആ ആദമിന്റെ ആത്മാവിൽ അതേ നേച്ചറിൽ അതേ ഇതായിട്ട് തന്നെ അതേ സ്പിരിറ്റിൽ ഹവ്വ ഉളവായതുപോലെ യേശുക്രിസ്തുവിന്റെ അതേ ആത്മാവിലും അതേ സ്പിരിറ്റിലും അതേ ആത്മാവിൽ നടക്കുന്ന അതേ ടേസ്റ്റോടുകൂടെ നടക്കുന്ന അതേ രീതിയിൽ ദൈവത്തെ അനുസരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരു കൂട്ടത്തെ പണിയുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ദൈവം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഈ ഭൂമി തിരിച്ചറിയേണ്ടത്. അന്നും ഒത്തിരി ആരാധനകളൊക്കെ ഞാൻ നാളെ പറഞ്ഞതുപോലെ ആഗാറിന്റെ വീട്ടിലും ഉണ്ടായിരുന്ന ചർച്ച്. ആഗാറിന്റെ വീട്ടിൽ ആഗാറിന് ഒത്തിരി ടെസ്റ്റ് മണി പറയാനുണ്ട്. അവൾ പറഞ്ഞു, ഞാൻ ചാകാൻ വേണ്ടി കൊച്ചിനെ കൊണ്ടിരുന്ന സമയത്തുണ്ട് വെള്ളം, ഒരു ദൂതം വന്ന് പ്രത്യക്ഷപ്പെട്ടു, അതുമല്ല ഇനി ഞങ്ങൾക്ക് മരുഭൂമിയിൽ ഒരു വെള്ളം തന്നെ അരുവി തന്നെ ഉണ്ടാക്കി തന്നു. ഇങ്ങനെയുള്ള എത്ര എത്ര അത്ഭുതങ്ങളാ അവൾക്കും പറയാനുള്ളത്. അതുമല്ല, എൻ്റെ മക്കളെക്കുറിച്ച് ദൈവം അനുഗ്രഹമായിട്ട് പറഞ്ഞ് ഇവനിൽ നിന്നും 12 പ്രഭുക്കന്മാരുണ്ടാവും, അവരെയും ഞാൻ അനുഗ്രഹിക്കുമെന്നും വലിയ ജാതിയാക്കി തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആഗാർ വിചാരിച്ചു എൻ്റെ ഇസ്മായിലിന് ഒരു ഭാര്യയെ കിട്ടുകയാണെങ്കിൽ അത് ഈജിപ്തിൽ നിന്ന് തന്നെ എടുക്കണം. കാരണം അങ്ങനെയുള്ള അനുഗ്രഹം കിടക്കുന്ന വെച്ചാൽ അവിടെ പോയി എടുത്തുവിടുന്ന ആ തലമുറ അങ്ങനെ അങ്ങോട്ട് പോവുക ചെയ്യുന്നത്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് കേൾക്കുമ്പോഴത്തേക്ക് അത് ശരിയെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുമ്പോൾ ശരിയാ. അതുകൊണ്ട് ആരാധന അന്വേഷിച്ചും തപ്പി നല്ല സഭ ഏതാന്നൊക്കെ നോക്കി പോവുകയാണെങ്കിൽ മിക്കപ്പോഴും ഈ സാക്ഷ്യങ്ങൾ ഇതൊക്കെ കേട്ട് അത് സ്വന്തമല്ല, ഇവിടെ 12 പിള്ളേരുണ്ട്, അപ്പുറത്തേക്ക് നോക്കിയാൽ യാക്കോബ്, പിന്നെ ഒരു സഹോദരനും കൂടെ ഉണ്ട് ഏശാവ്, അതും ഒരാൾ അങ്ങനെ തലതിരിഞ്ഞ് അങ്ങോട്ട് പോയി, ഇയാളാണെങ്കിൽ വീട് വിട്ട് ഇതിലേം പോയി, എന്തോ അവിടെ എന്നാ കൂടിവരവ്, എന്ത് മീറ്റിംഗാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് അവർക്കും ഉണ്ടാകുന്ന സന്തതികളൊക്കെ കുറെ കൂടെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോഴത്തേക്ക് ഇവിടെ വലിയ ജാതിയായി തീർന്നിട്ടുണ്ട് ഇസ്മായിലിന്റെ ആ ഒരു വംശം. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഏതാ കർത്താവിന്റെ സഭ. അവിടെയൊക്കെ ദൈവത്തിന്റെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഇടപെടലിൽ നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ എന്ന് ഞാൻ തിരിച്ചറിയണം. എല്ലാ സാക്ഷ്യങ്ങളും അതുകൊണ്ട് വിശ്വസിക്കരുത്. എല്ലാ സാക്ഷ്യങ്ങളും സത്യമായി ആയിരിക്കാം, സത്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല. സത്യമായതുകൊണ്ട് കാര്യമായില്ല. ദൈവത്തിന്റെ അംഗീകാര മുദ്ര അതിന്മേൽ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ അറിയേണ്ടത്. ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇപ്പൊ അഹറോന്റെ മേലും അല്ലെങ്കിൽ വേറെയും ദൈവം പഴയ നിയമകാലത്ത് കഴുത സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ കഴുത ഒരു കൂട്ടായ്മ നടത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ പോയി ചേരുവോ? ഇല്ല. ദൈവം പണ്ട് ചില കാര്യങ്ങൾ ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടിയൊക്കെ ചിലപ്പം ബുദ്ധിഭ്രമമൊക്കെ മാറ്റാൻ വേണ്ടി ആ പ്രവാചകനെ മാറ്റാൻ വേണ്ടി അങ്ങനെ സംസാരിച്ചു എന്നും വെച്ചുകൊണ്ട് കഴുത എന്നും പറയുന്നത് കൂവുമ്പോഴത്തേക്ക് അതെല്ലാം ദൈവത്തിന്റെ ശബ്ദമായി അല്ല. അത് തിരിച്ചറിയാണ്ട് നമുക്ക് പറ്റണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ഈ ആത്മീയ കോളത്തിൽ. അപ്പം ഞാൻ ഇപ്പൊ ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമ്മൾ ഈ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കെട്ടിപ്പടുക്കലിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കി കളയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ എഫ്.എസ്. ലേഖനത്തിന്റെ അത് ഞാൻ എടുക്കാനാണ് പറഞ്ഞിട്ട് നമ്മൾ വായിച്ചിട്ടില്ല. എഫ്.എസ്. ലേഖനം 4-ാം അധ്യായത്തിൽ അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി 4:11 അവൻ ചിലരെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു.
അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയും വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനനും ആകുന്നു. ഇങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഓരോ കാറ്റിനാൽ അലഞ്ഞുഴയുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളരുവാൻ ഇടയായിത്തീരും. 16-ാം വാക്യത്തിൽ ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിനും അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ള ഏതു സന്ധിയാലും സ്നേഹത്തിലുള്ള ആത്മീയവർദ്ധനവയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്നുള്ള വളർച്ച പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ട് ദൈവം ഈ ഭൂമിയിൽ പല അപ്പസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടന്മാരെയും ഒക്കെ ആക്കി വച്ചിട്ടുണ്ട്. അവരിലൂടെ കിട്ടുന്നതായിരിക്കുന്ന ദൈവമാക്കി വച്ച പ്രവാചകന്മാരിൽ നിന്നും അപ്പസ്തലന്മാരിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും ചിലര് ഭൂമിയിൽ ഒത്തിരി കള്ള അപ്പസ്തലന്മാരൊക്കെ അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലായിരുന്നെങ്കിൽ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. ബാബിലോണിലേക്ക് പ്രവാസികളായി പോയപ്പെട്ട കുറച്ചുപേരെ പോയിട്ടുള്ളൂ. ആ കൂട്ടത്തിനകത്തും ഉണ്ടായിരുന്നു കള്ളപ്രവാചകന്മാര്. അവർ പ്രവചിക്കുന്നത് യേശുവിന്റെ യഹോവയുടെ നാമത്തിൽ തന്നെയായിരുന്നു. പക്ഷെ അവർ ദൈവത്തിന്റെ പർപ്പസിനെ നശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രവാസത്തിൽ പോയി അവിടെ യെരമ്യാവിനോട് പറഞ്ഞു, അവിടെ വീടൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിലേക്ക് വാങ്ങിയും നിങ്ങൾ വംശം ഒട്ടും എണ്ണത്തിൽ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ വന്ന് സന്ദർശിക്കുകയും നിങ്ങളെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ആളുടെ എണ്ണം കുറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് എല്ലാം നന്നായിട്ടിരിക്കും. നിങ്ങൾ ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അത് 70 വർഷമായിരുന്നു. 70 വർഷമായിരുന്നു. ആ 70 വർഷം തന്നെ അവരോട് പറഞ്ഞില്ല. അത് പിന്നെ വചനത്തിൽ നിന്ന് അത് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അതങ്ങനെയാണല്ലോ ദാനിയേൽ അത് കണ്ടുപിടിച്ചത്. അപ്പം ഈ 70 വർഷം അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോകുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള കള്ളപ്രവാചകന്മാർ പറഞ്ഞു, അങ്ങനെയല്ല, 2 വർഷത്തിനുള്ളിൽ നെബൂഖദ്നേസറിന്റെ മുഖം നിങ്ങളുടെ കഴുത്തിൽ നിന്ന് ദൈവം പൊട്ടിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വടിയൊക്കെ എടുത്ത് കാണിച്ച് ഇങ്ങനെ പൊട്ടിച്ച് കാണിക്കുകയൊക്കെ ചെയ്ത് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാമല്ലോ, വേറെ എനിക്ക് തോന്നുന്നത് ജെറമ്യാവിനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് പ്രസ്താവിച്ച ആളെ മുഖത്തടിക്കുക വരെ ചെയ്തു. ദൈവത്തിന്റെ ആത്മാവ് എതിരെയാ പ്രവചിക്കാൻ വന്നതെന്ന് ചോദിച്ചോണ്ട്. അപ്പൊ കള്ളപ്രവാചകന്മാർ അങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നും. കാരണം ഇസ്രായേൽ ജനം ഒരിക്കലും അടിമത്തിൽ കഴിയണമെന്ന് ദൈവത്തിന്റെ മനസ്സിലുള്ളൊരു കാര്യമല്ലായിരുന്നു. പക്ഷേ അവർ തെറ്റ് ചെയ്തുകൊണ്ട് അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. ദേശം ശബത്ത് അനുഭവിക്കാതെ കിടന്നതുകൊണ്ട് ആ സംഖ്യക്കൊത്തവണ്ണം 70 വർഷം കഴിഞ്ഞിട്ടേ കർത്താവ് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അത് അവർ തിരിച്ചറിഞ്ഞു. അപ്പൊ എന്താ ഇവിടെ ഉള്ളവരിത് പെട്ടെന്ന് തീരും എന്ന് പറയുന്നതുകൊണ്ട് നമുക്കും അത് കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനെ കുറെ പേർ അങ്ങനെ വിശ്വസിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ ഈ കർത്താവിൽ നിന്നാണോ ഒരാൾ പ്രവചിക്കുന്നത്, പഠിപ്പിക്കുന്നത്, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ വേണമെങ്കിൽ സത്യത്തിന്റെ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. സത്യതൽപരരായിരിക്കുന്നവർക്ക് മാത്രമേ സത്യത്തെ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന് യേശുക്രിസ്തു ഒരിക്കൽ യഹൂദന്മാരോട് പറഞ്ഞു. സത്യതൽപരരായിരിക്കുന്നവർ എൻ്റെ ഭാഷണം കേൾക്കുന്നു. ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ ഹിതം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ വചനത്തെ ഗ്രഹിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ കൂട്ടത്തിലാണെങ്കിൽ ഇത് മനസ്സിലാകത്തുള്ളൂ. ഇനി അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാലോ ക്രിസ്തു എന്ന പരിജ്ഞാനത്തിന്റെ പൂർണ്ണത പ്രാപിക്കണം. അതായത് ക്രിസ്തുവിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ എങ്ങനെയാണ് പിതാവുമായുള്ള ഐക്യത്തിൽ നടന്നതെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രമാണമുണ്ട് അവൻ്റെ ഉള്ളിൽ. ആ ഒരു പ്രമാണത്തിന്റെ കീഴിലേക്ക് എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ ഞാനും ഐക്യമായിട്ട് ചേർന്ന് മറ്റുള്ള സഹോദരങ്ങളോടൊപ്പം കർത്താവിന്റെ സഭയെ പണിയാനായിട്ട് പറ്റത്തുള്ളൂ. അതൊരു അദൃശ്യമായിരിക്കുന്ന കാര്യമാണ്. ദൃശ്യമായിട്ടും അതിനോടൊരു എക്സ്പ്രഷൻ ഉണ്ട്. എങ്കിലും ഇത് അദൃശ്യമായ ലോകത്തിൽ നടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ദൃശ്യമായിരിക്കുന്ന രീതിയിലേക്ക് ഇത് വെളിപ്പെടത്തുള്ളൂ. അദൃശ്യമായ ലോകത്തിൽ ക്രിസ്തുവിനെ തലയ്ക്ക് ഞാൻ എവിടെയാണ് കീഴ്പ്പെടാത്തതെന്ന് മനസ്സിലാക്കി ആ ഭാഗങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ കീഴ്പ്പെടുത്തി കൊടുത്ത് എൻ്റെ മനോഭാവത്തെ, എൻ്റെ ആറ്റിറ്റ്യൂഡ്സ്, എൻ്റെ സംശയ വിചാരങ്ങൾ, അങ്ങനെ എൻ്റെ സ്വഭാവങ്ങൾ, എൻ്റെ പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ച് പോകുന്ന അളവിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് എനിക്ക് നല്ലൊരു അറിവ് കിട്ടി ഇതെങ്ങനെ നേടിയെടുക്കുക എന്നുള്ളത്. ആ പരിജ്ഞാനത്തിൻ്റെ കീഴിൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അളവിൽ എൻ്റെ ഉള്ളിൽ ഉളവായി വരുന്ന ഒരു ഐക്യമുണ്ട്. അത്
അപ്പം ഈ കൈയും ഇവരിങ്ങനെ എപ്പോഴും കാണുകയും വർത്താനം പറയുകയും ചെയ്യുന്ന വഴിയുള്ള ഐക്യം അല്ലത്. അത് തലയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ഐക്യം ഉണ്ടായി വരുന്നത്. അന്നേരം ഇനിയിപ്പോ ഇവിടെ ഒരു കൊതു വന്നടിച്ച് ഇപ്പുറത്ത് വന്ന് അടിച്ചാലും ആ തെറ്റിദ്ധാരണകൾ ഉണ്ടാകത്തില്ല. ഏറ്റവും നല്ലൊരു തെളിവാണ് കേട്ടോ, നമ്മുടെ ശരീരമാകുന്നുള്ളതിന്റെ ഒരു വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറഞ്ഞുകൊണ്ടിരിക്കും. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമ്മൾ പൊടുന്നതിനെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരില്ല. കുടുംബജീവിതത്തിലേക്ക് നോക്കി അറിയാലോ. അതുകൊണ്ട് തെറ്റിദ്ധാരണകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് അങ്ങനെയല്ല എ- എന്ന് നമ്മളെ കേൾപ്പിച്ച് നമ്മുടെ മനസ്സിന് പുതുക്കം തരുന്ന ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അവനെ കേൾക്കുന്ന അളവിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ നിന്ന് തെറ്റിദ്ധാരണകൾ മാറി അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനും ഹെൽപ്പ് ചെയ്യാനും. അത് അടിച്ചതല്ല, അത് കൊതുകിനെയാകുന്നു, നിന്നെയല്ല, നിന്നെ ഉപദ്രവിക്കുന്ന ഒരു സാധനത്തെയാണ് നീക്കി കളഞ്ഞത്, നിന്റെ ശരീരത്തിൽ ദോഷം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ലൈഫിൽ ഇപ്പം മുള്ളൊക്കെ കൊണ്ടെങ്കിൽ മറ്റേ കൈ വന്നിട്ട് അല്ലെ കാലിലുള്ളതാണെങ്കിൽ രണ്ട് കൈയും കൂടെ ചേർന്ന് ആ മുള്ള അവിടുന്ന് പറിച്ചു കളയുക. പറിക്കുമ്പോൾ ഇച്ചിരി വേദനയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മുടെ തലയുമായുള്ള ബന്ധത്തിൽ ആ അവയവം വസിക്കുന്നത് കൊണ്ടാണ്. തലയുമായ ഒരു ബന്ധത്തിൽ വസിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ശരീരം നമുക്ക് വേണ്ടി ചെയ്യാൻ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തെ പൂർത്തീകരിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മൾ അതിനോട് ജഡരക്തങ്ങളോടുള്ള പോരാട്ടത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യും. ജഡരക്തങ്ങളോടുള്ള പോരാട്ടത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്താൽ എന്താ, കയ്പുണ്ടാവും, വിദ്വേഷം ഉണ്ടാവും, വെറുപ്പുണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും, ഐക്യത ഉണ്ടാവില്ല, നമ്മുടെ സന്തോഷമെല്ലാം പോവും. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കും. അതിങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിയായി മാറും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണമെങ്കിൽ തലയുമായ ബന്ധത്തിലേക്ക് നമ്മൾ വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ അദൃശ്യമായിട്ടുള്ള ഒരു പണിയിൽ നമ്മൾ വിശ്വസ്തരായിട്ടായിത്തീരുമ്പോൾ നമുക്ക് ഓരോ കൂടിവരവിലും നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിയും. എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്കൊരു സ്വാതന്ത്ര്യം. അപ്പൊ ഈ കൈയും കൂടെ ഓരോ കാര്യം ചെയ്യുന്നതിൽ എന്തൊരു സ്വാതന്ത്ര്യമുള്ള. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെ പൊടി തട്ടിക്കളയുന്ന കാര്യത്തിലും ഒക്കെ എന്തൊരു സ്വാതന്ത്ര്യമുള്ള. അതുപോലെ എന്തെങ്കിലും ഒരു പഴുപ്പുണ്ടെങ്കിൽ ഞെക്കിക്കളയുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു തെറ്റിദ്ധാരണ, ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അതറിയാതെ ആ ഒരു അറിവ് തലയുമായ ബന്ധത്തിൽ നിന്നാണ് വരുന്നത്. ഒരവയവം തലയുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിലോ മറ്റു അവയവങ്ങളെ സെർവ് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം സീറോ ആയിരിക്കും ആ വ്യക്തി. നമുക്കറിയാലോ, പാർക്കിസോണിസം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കപ്പ് കൊണ്ടുപോയാൽ അത് ഇങ്ങോട്ടാവും. കോങ്കണ്ണാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ അത് വേറെ എവിടെയെങ്കിലായിരിക്കും ആക്ച്വലി നമ്മൾ നോക്കും. നമുക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു തെറ്റായിരിക്കുന്ന ധാരണയായിരിക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ നോക്കുകയെന്ന് ചെയ്യും, പക്ഷെ ആക്ച്വലി നോക്കുന്നില്ല എന്നുള്ള സത്യം. അതുപോലെ നമ്മുടെ ലൈഫിൽ തലയുമായിട്ടൊരു ബന്ധത്തിലല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഭിന്നതകൾ നമ്മൾ ശരീരമായി കൂടി വരുന്ന കൂടിവരവിലുണ്ടാവും. അതുകൊണ്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പോകാം. നമുക്ക് കർത്താവ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ പറയാനിടയാക്കിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വരുന്ന നാളുകളിൽ ഇതിനെക്കുറിച്ച് സമയം നമുക്ക് സാഹചര്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. കർത്താവ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അയവിറക്കാൻ ദൈവം ഇടയാവട്ടെ. അത് അയവിറക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് വന്ന് ആ സമയത്താണ് ഈ വെളിപ്പാട് കിട്ടുന്നത് കേട്ടോ. അല്ലാതെ ഒരു ഐഡിയ കിട്ടുന്നതല്ല. വെളിപ്പാട് എന്നാ നമ്മൾ തിരിച്ചറിയാം. റെവലേഷൻ അത് വേർതിരിവൻ്റെതാണ്. അത് രണ്ടാക്കി തീർക്കുക. കുഴമ്പ് വളർന്നിരിക്കുന്ന പോലെ നമ്മളെ അത് ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകും. എന്താണ് ഇന്നതിൽ നിന്നാണെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ആ ഒരളവിൽ പോകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ സ്നേഹത്തിൽ മുന്നേവിക്കപ്പെട്ടതായ വ്യക്തി ജീവിതങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിപ്പാൻ തക്കണം അങ്ങയുടെ കരുണയാലും കൃപയാലും ദീർഘക്ഷമയാലും മുന്നറിവിനാലും ഒരുക്കി തന്ന ഈ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ വിചാരിക്കുന്നതിലും ഊഹിക്കുന്നതിലും അപ്പുറമായിട്ടുള്ളതാണ് അങ്ങയുടെ ചിന്തകൾ ഞങ്ങളെക്കുറിച്ചുള്ളത്. ഹൃദയങ്ങളെ വിവേചിക്കുന്ന ദൈവമേ, അങ്ങയുടെ ആ വെളിച്ചത്തിന് മുമ്പാകെ വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുമെന്നും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ഭയം ഞങ്ങളുടെ ഉള്ളിൽ, ഒരു ഹെൽത്തി ആയിരിക്കുന്ന ഫിയർ ഞങ്ങളുടെ ഉള്ളിൽ തന്നു ഞങ്ങളെ വഴി നടത്തുമെന്നും സകല സത്യത്തിലേക്കും വഴി നടത്തുമെന്നും അങ്ങ് പറഞ്ഞിട്ടുള്ള കർത്താവെ, തുടർന്ന് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാരണ ജീവനിൽ ഞങ്ങൾ അങ്ങയുടെ സാക്ഷികളായി തീരുമെന്നും അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ. ഈ ലോകത്തിന് പരിചയമില്ലാത്ത, എന്തെന്നറിയാത്തതായിരിക്കുന്ന ആ പുനരുദ്ധാരണ ജീവനെ വെളിപ്പെടുത്തുവാൻ അടിയങ്ങളെ അങ്ങ് വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെ അതിനായിട്ട് ഏൽപ്പിച്ചു തരുന്നു. സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെളിച്ചത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്താൽ കൈകാര്യം ചെയ്യപ്പെടുന്നവരായി
തീരണമേ കർത്താവെ. ദൈവത്താൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹത്തെ അല്ല, കുറച്ച് കർത്താവെ നിന്നിൽ നിന്ന് ഞങ്ങൾ ആ, ഞങ്ങൾ വ്യത്യസ്തനാക്കി ഞങ്ങളെ തീർക്കുന്നതായ ആ യാക്കോബിനെ പോലെ വ്യത്യസ്തനാക്കി തീർക്കുന്ന അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ക്രൂശ് വഹിക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നത്. ക്രൂശിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ കർത്താവെ. പഴയ നിയമ കാലഘട്ടത്തിൽ അവർക്കത് സാധ്യമല്ലായിരുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത് വഴിയും ആ മരണ പുനരുദ്ധാരണ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്നതായ മർമ്മങ്ങളെ തിരിച്ചറിയുന്ന വഴിയും അതിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന വഴിയും ഈ ഒരു ജീവനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു തരുവാൻ ദൈവത്തിന് കഴിയുമല്ലോ. കർത്താവെ, അതിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ പൂർണ്ണഹിതം ഞങ്ങളിൽ വെളിപ്പെടുത്തിയിട്ട് ഈ അവസാന നാളുകൾ, ഇനി അല്പമേ സമയമുള്ളൂ കർത്താവെ, ഞങ്ങളുടെ അവിടെ ആ തീ കരിഞ്ഞ കൊമ്പിന്റെ അല്പഭാഗം മാത്രം തീയിൽ വെച്ച് അവിടം ചുവന്നതായി തീർന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ക്രിസ്തു ജീവിതം പൂർണ്ണമായി എന്ന് ഒരിക്കലും ധരിക്കാനിടയാവരുത് കർത്താവെ. തികഞ്ഞവനെന്നോ പ്രാപിച്ചു എന്നോ അല്ല, അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാനും ഓടുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ പിതാവെ, ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായും വെളിച്ചമായി തീരത്തക്ക രീതിയിൽ അഗ്നി ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് അങ്ങേക്ക് മഹത്വവും സുഗ്രാഹ്യവുമായിരിക്കുന്ന ഒരു യാഗമായി ദൈനംദിനം അർപ്പിക്കുവാൻ ഇന്ന് കേട്ട എല്ലാവരെയും അടിയനെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. തലയുമായുള്ള ഏകീഭാവത്തിൽ നിന്നും ഉരുവായി വരുന്ന ഐക്യത, സ്നേഹം, അത് അടിയങ്ങൾക്ക് നൽകണമേ കർത്താവെ. അങ്ങനെ കർത്താവിന്റെ ശരീരത്തെ പണിയണമേ കർത്താവെ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണല്ലോ അങ്ങ് പ്രത്യക്ഷമായിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇത് അഴിച്ച് ഒന്നാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ സഭയ്ക്ക് കീഴിൽ പിശാചിനെ അങ്ങ് മെതിച്ചു കളയുമെന്നാണല്ലോ അങ്ങ് പറഞ്ഞത് കർത്താവെ. ഇൻഡിവിജ്വലായിട്ട് ആരുടെയും കീഴിൽ പിശാച് തോൽക്കുന്നില്ല, തോൽപ്പിക്കാൻ പറ്റുകയുമില്ല. എന്നാൽ ഞങ്ങളൊരു ശരീരമായി പണിയപ്പെടുമ്പോൾ അവന്റെ എല്ലാ പ്രവൃത്തികളും തന്ത്രങ്ങളും അതിൻ്റെ മുമ്പാകെ വിലപ്പോവുകയില്ല. ആകയാൽ ഞങ്ങളെ തന്നെ അതിനായി സമർപ്പിക്കുന്നു. ഈ വലിയ വിളിക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സ്വരങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടെയുള്ള ഉത്തരവാദിത്തമുള്ള സഹോദരന്മാരെ അങ്ങ് അനുഗ്രഹിക്കുകയും ദീർഘവീക്ഷണത്തോടും തങ്ങളിൽ ലഭിച്ചതായിരിക്കുന്ന കാഴ്ചപ്പാടുകളിലും നിലപാടുകളിലും യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാതെ നിൽക്കുവാൻ തക്കണം ശക്തിയും അഭിഷേകവും വെളിപ്പാടും നൽകി അനുഗ്രഹിച്ച് നടത്തുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.